എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ ഞാൻ നേരിടുന്നു. കേൾക്കാൻ പറ്റില്ലേ? ആ മൈക്ക് ശരിയല്ല, മൈക്കൊന്ന് കഴിപ്പിച്ചു. ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും സ്നേഹത്തിലും സമാധാനത്തിലും ജീവിക്കണമെന്നുള്ള ആഗ്രഹം ആദ്യം മുതലേ ഉണ്ട്. ലോകത്തിലെ എല്ലാ സംസ്കാരത്തിലും നോക്കിയാലും നമ്മുടെ ഓണം പോലുള്ള തുല്യമായിട്ടുള്ള കഥകൾ എല്ലാ സംസ്കാരത്തിലുമുള്ളത് നമുക്കറിയാമല്ലോ. ഇവിടെ വിശുദ്ധ വേദോത്സവത്തിൽ കാണുന്നത് ദൈവം ദൈവത്തിന്റെ രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു പറുദീസയിലായി. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തത് മൂലം പറുദീസയിൽ നിന്ന് നിഷ്കാസിതനായി തീർന്നു. ദൈവരൂപത്തിൽ സൃഷ്ടിച്ചുവെങ്കിലും ആ ദൈവത്തിന്റെ ആ മഹത്വങ്ങളെല്ലാം മനുഷ്യന് നഷ്ടമായി. അന്ന് മുതൽ മനുഷ്യന് ദൈവത്തെ തേടി നടക്കുകയാണ്. അങ്ങനെ മലയാള സിനിമകളുടെ പാട്ടുകൾ തന്നെ ഉണ്ട്, ദൈവത്തെ തേടി. എങ്ങനെ ആ നഷ്ടപ്പെട്ടു പോയ ആ പറുദീസ നമുക്ക് സ്ഥാപിക്കാം എന്നുള്ള ചിന്തയാണ് മനുഷ്യന് എല്ലാ സംസ്കാരത്തിലും ഉള്ളത്. അതിനോടനുബന്ധിച്ചാണ് കേരളത്തില് ഓണം നമ്മൾ ആഘോഷിക്കുന്നത്. ഈ ഓണത്തെക്കുറിച്ച് ഒരു 35 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ലേഖനം മലയാളം പത്രത്തില് പ്രസിദ്ധീകരിച്ചു. വേറെ പല മാസികകളും ആ സമയത്ത് പ്രസിദ്ധീകരിച്ചു. എന്നാൽ അതിൻ്റെ ആ പ്രിന്റ് ചെയ്ത കോപ്പി എൻ്റെ കയ്യെഴുത്ത് കോപ്പിയുണ്ട്. അതിൽ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ്റെ ഒരു പേജും അവസാനത്തെ കൺക്ലൂഷൻ, അവസാനത്തെ സമാപ്തിയുടെ ഒരു പേജും ഞാൻ അത് വായിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഈ കഴിഞ്ഞ 35 വർഷത്തിന് മുമ്പ് വന്ന സമയത്ത് മലയാളത്തിൽ ഞാൻ എഴുത്തുകൾ പല 100 കണക്കിന് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ 15 വർഷങ്ങളായിട്ട് ഞാൻ 1-2 ലേഖനങ്ങൾ മാത്രമേ രചിച്ചിട്ടുള്ളൂ. അതിലുള്ള എൻ്റെ അതിനുള്ള സാമർഥ്യം ഇല്ലാതെയായി തീർന്നിരിക്കുകയാണ്. എന്നാൽ പണ്ട് എഴുതിയ 35 വർഷത്തിന് മുമ്പ് എഴുതിയ അതിൻ്റെ ഭാഗങ്ങൾ ഞാൻ ഓണത്തോടനുബന്ധിച്ച് ഇവിടെ വായിക്കുകയാണ്. മലയാളിയുടെ മനസ്സിൽ ഓണം ഒരു സുവർണ സ്വപ്നമാണ്. ഏതോ പോയ കാലത്തെ ഐശ്വര്യ സമൃദ്ധിയുടെയും അതിലുപരി സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉദാത്തമായ സാക്ഷാത്കാരത്തിന്റെ ഓർമ്മ തിളങ്ങുന്ന പുള്ളിവെയിൽ. ആ വെയിൽ മോന്തിക്കുടിച്ചിട്ടുള്ളവർ ആനന്ദവൃത്തമാണെന്ന പൂമ്പാറ്റകൾ, മലർക്കെ ചിരിച്ചു നിൽക്കുന്ന തുമ്പക്കുളങ്ങൾ, പരിശുദ്ധമായ പ്രകൃതിയുടെ ആത്മീയ സംഗീതം, ഓണം അത് ഉണർത്തുന്ന ലയം. എല്ലാ ആഘോഷങ്ങളെക്കാളും ഒരു നിമിഷത്തിന്റെ ജാഗ്രതയിൽ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സിൽ ഓണം ഇന്നും ജീവിക്കുന്നത് ഈ വിശുദ്ധിയുടെ ഗൃഹാതുരത്വമായിട്ടാണ്. ഓണത്തിന്റെ ഉത്പത്തിയെപ്പറ്റി ചരിത്രരേഖകൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും ഈ ഉത്സവം എല്ലാ മലയാളികളുടെ മനസ്സിന് കുളിർമ നൽകുന്ന ഒരു ദേശീയ ആഘോഷമാണ്. ചിലത് ഹിന്ദുക്കളുടെ മാത്രമായ ഒരു ഉത്സവമായി കാണുന്നു. അമേരിക്കയിൽ മതസംബന്ധമായി ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ മതപരമായ ചടങ്ങുകൾക്ക് അവധി നൽകാറില്ല. പൊതു അവധി നൽകിയ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് അതൊരു ദേശീയ ആഘോഷമായി പരിഗണിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഓണവും ഒരു ദേശീയ ആഘോഷമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റുള്ള മതങ്ങളുടെ അപ്പുറമായിട്ട് എല്ലാ മലയാളികൾക്കും സംഗമിക്കുവാനും സന്തോഷിക്കാനുള്ള ഒരു അവസരമാണ് ഈ ഓണത്തിന്റെ സന്ദേശം. അതാണ് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ യാന്ത്രിക യുഗത്തിൽ ഓണമെന്ന സുന്ദരമായ മിത്തിന്റെ, ഉദാത്തമായ സ്വപ്നത്തിന്റെ, ആ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെ സന്തുഷ്ടിയുടെയും സന്ദേശം നമ്മുടെ മനസ്സിന് കുടുംബം പകരുന്നു. യഥാർത്ഥമല്ലാത്ത സ്റ്റാർ ട്രെക്ക്, സൂപ്പർമാൻ മൂവികൾ, കാർട്ടൂണുകൾ, കഥകൾ ഇവയെല്ലാം മനുഷ്യന്റെ സങ്കല്പത്തിൽ ഒരു പ്രത്യേക ലോകത്തെ നിർമ്മിച്ചെടുക്കാനാണ്. ഓണത്തിൽ കൂടി ഒരു മലയാളികളുടെയും അന്തരാത്മാവിലുള്ള വലിയ ആഗ്രഹം കുറെ ദിവസങ്ങളിലെ ആഘോഷങ്ങൾ കൂടി നിറവേറ്റുകയാണ്. നിന്റെ രാജ്യം വരണമേ എന്നുള്ള പ്രാർത്ഥന തന്നെ സ്വർഗത്തിലേതുപോലെയുള്ള ഭൂമിയിലെ വാസം ആഗ്രഹിച്ചും സങ്കല്പിച്ചുമുള്ളതാണ്. ഒരു മാവേലി യുഗം എല്ലാ മതക്കാരും അങ്ങനെയുള്ള ഒരു ലോകത്തെ വിഭാവന ചെയ്യുന്നു. ബൈബിളിൽ ഭാവിയിൽ അങ്ങനെയുള്ള ഒരു ഭരണവും പൊതുവാന ഭൂമിയെ പറ്റിയും പ്രതിപാദിക്കുന്നു. യേശുക്രിസ്തു ഭൂമിയിൽ രണ്ടാമത് ആശ്ചര്യമായി വന്ന് യെരുശലേം ആസ്ഥാനമാക്കി രാജാവായി വാഴുമെന്നും അന്ന് ഭൂമിയിലെ അവസ്ഥ സ്വർഗത്തിലെ പോലെ ആകുമെന്നും വേദവസ്ത്രം പ്രസ്താവിക്കുന്നു. മാവേലി യുഗം പോലെ ഓണസമയം വരുമ്പോൾ അങ്ങനെയുള്ള ഒരു നല്ല നാളെ സങ്കല്പിച്ച് കഴിയുന്ന ക്രിസ്ത്യാനികളുണ്ട്. ഓരോ മതക്കാരും ഇങ്ങനെയുള്ള ഒരു യുഗത്തെ അയവറ്റിക്കൊണ്ട് പോയതും ഇനി വരാനിരിക്കുന്നതുമായ അനൽപകാലത്തെ പ്രതിഫലിച്ച് ഓണം ആഘോഷിച്ചു വന്നിരിക്കുന്നു. ഇതാണ് എനിക്ക് ഓണത്തെക്കുറിച്ച് പറയാനുള്ളത്. നമ്മുടെ മലയാളികൾക്ക് എപ്പോഴും
ബാല്യകാലം മുതൽ തന്നെ ഓണത്തിൻ്റെ ആ അനുഭൂതികൾ ഉണ്ട്. അത് ദേശീയമായിട്ട് എല്ലാ മലയാളികളെയും യോജിപ്പിക്കുന്ന ഒരു ആഘോഷമാണ്, ദേശീയ ആഘോഷമാണ്. ഇത്രയുമാണ് എനിക്കിവിടെ പറയാനുള്ള എൻ്റെ സർവ്വ ഓണാശംസകളും ഞാൻ എല്ലാ മലയാളർക്കും ഇവിടെ പ്രസ്താവിക്കുന്നു. താങ്ക് യു.